അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കുറച്ച് തീറ്റയും കൂടിയും വിളവെടുപ്പും ഒക്കെയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഓണക്കോടി. ഞാൻ ഇതുവരെ ഇട്ടില്ല, ഇന്നാണ് ഇപ്പോൾ ഇടുന്നത്. ഇതെനിക്കിവിടെ അടുത്തുള്ള സുജാൻ്റെ വാങ്ങിച്ചു തന്നെയാണ്. നല്ല ഡ്രസ്സാണിത്. അപ്പോൾ ക്രോക്സിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ കണ്ടായിരുന്നു. എൻ്റെ ക്രോക്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ അവസ്ഥ. എത്ര കഴിവേൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്, കഴിവാത്തോണ്ടൊന്നും അല്ല കേട്ടോ ഇങ്ങനെ ഇരിക്കുന്ന. നല്ല അടിപൊളി ഒരു ലൈറ്റ് പിങ്ക് ചെരുപ്പായിരുന്നു. ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ കോലം. അപ്പോൾ ഇവിടെ ആണെങ്കിൽ വേറെ സാധനം പിടിച്ച് ഇപ്പോൾ നമ്മളാണെങ്കിൽ ഇത് ആദ്യം കണ്ടില്ലായിരുന്നു. പൊന്നാങ്കണ്ണി ചീര പറിക്കാൻ വന്നപ്പോഴത്തേക്കാണ് ഇതിൻ്റെ ഇടയ്ക്ക് ഇത് കിടക്കുന്നത് കണ്ടത്. അപ്പോൾ ആ ഒരാളിനെ ഞാൻ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാം. അപ്പോൾ അതാണ്ട് കഴുത്തങ്ങയാണ് ഇവിടെ പിടിച്ച് കിടക്കുന്നത്. നമ്മളിതിനെ കഴുത്തങ്ങ എന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ ഇതിനെ കഴുത്തങ്ങയെന്ന് തന്നെ പറയുന്നത്. നല്ല വിഴുക്കുരട്ടിയും തോരനും ഒക്കെ വെക്കാന്ന് പറഞ്ഞാണ് നമ്മൾ ഇതിനെ എടുത്തത്. പക്ഷെ ഇതിൻ്റെ അവസ്ഥ ഇതാണ്. വിഷം തളിച്ചാലേ ഉമ്മരൊക്കെ നമുക്ക് രക്ഷപ്പെട്ട് കിട്ടത്തുള്ളൂ. അകത്ത് ഫുൾ അഴുകിപ്പോയി. അപ്പം നമ്മൾ മീൻ ശരിക്കും കിട്ടുമല്ലേന്ന് പറഞ്ഞുകൊണ്ട് ഹാർബറിൽ പോയിക്കണം. അപ്പം അതിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണിച്ചു തരാം. അപ്പോഴത്തേക്ക് വെള്ളം വന്നപ്പോഴത്തേക്ക് നമ്മളങ്ങ് ഞെട്ടിപ്പോയി. കാരണം അതിൻ്റെ അകത്ത് ഫുള്ള് ചാളയും നെത്തോലിയായിരുന്നു, കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ചാളയും മത്തിയും കൂടെ മിക്സഡ് ആയിട്ടാണ് നമുക്ക് കിട്ടിയത്. 150 രൂപയ്ക്ക് നമ്മൾ വാങ്ങിച്ചുകൊണ്ടിങ്ങി വന്നു രണ്ടും കൂടെ. അപ്പം നമ്മൾ നെത്തോലി നെത്തിരി എടുത്തിട്ട് നെത്തോലി തോരൻ വെക്കാൻ പോവുകയാണ്. എല്ലാത്തിൻ്റെയും മുള്ളൊക്കെ കളഞ്ഞിട്ടാണ് നമ്മൾ ഇപ്രാവശ്യം വെക്കുന്നത്. അതിൻ്റെ റെസിപ്പി എനിക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് നല്ല ഈ കൊച്ചുള്ളിയും കാന്താരി മുളകും എടുത്തിട്ടുണ്ട്. പിന്നെ അരയ്ക്കാനായിട്ട് നമുക്ക് തേങ്ങയും മഞ്ഞൾപ്പൊടിയും പുളിയും കാന്താരി മുളകുമാണ്. ഇതിൽ നമ്മൾ മുളക് പൊടി ഇടുന്നില്ല. ഇതെല്ലാം കൂടെ നമുക്കിനി ഒന്ന് ചതച്ച് വാരി എടുക്കണം മിക്സിക്കകത്തിട്ട്. ഇനി അരിഞ്ഞു വെച്ചേക്കുന്ന സാധനം എല്ലാം കൂടെ നമുക്കൊന്ന് വഴറ്റണം, എന്നിട്ട് വേണം ബാക്കി ചെയ്യാൻ. അപ്പോൾ അതാണ് നമ്മൾ ചട്ടി വെച്ചിട്ട് അതിനകത്തോട്ട് നല്ല വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കടുകും ഈ വറ്റൽമുളകൊക്കെ ഇട്ട് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ ഈ അരിഞ്ഞു വെച്ചേക്കുന്ന സാധനങ്ങളെല്ലാം കൂടെ അതിൻ്റെ അകത്തോട്ട് ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുകയാണ്. പിന്നെ മുള്ള് കളഞ്ഞ നെത്തോല് നമുക്ക് അതിനകത്ത് ഇട്ടിട്ട് നന്നായിട്ട് സെറ്റാക്കി കൊടുക്കാം. എല്ലാം കൂടി ഇട്ട് ഉടയ്ക്കരുത്. ഇനി നമുക്ക് അതിൽ അരച്ച അരപ്പെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ അതിലൂടെ നമ്മൾ ഇത്തിരി തക്കാളിയും കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കണം. മുളകിട്ട അയിലക്കറി എങ്ങനെ കുക്കറിൽ വെക്കാനാണ് ഞാൻ നിങ്ങൾക്ക് അടുത്തതായിട്ട് കാണിച്ചു തരാൻ പോണത്. പിന്നെ മീൻകറിക്ക് നമ്മൾ തേങ്ങയല്ല അരച്ചേക്കുന്നത്. തേങ്ങയ്ക്ക് പകരം ഞാൻ തക്കാളിയാണ് അരച്ചേക്കുന്നത്. പിന്നെ മുളകും മല്ലിയും മഞ്ഞപ്പൊടിയും ഉലുവ ഇതൊക്കെയാണ്. പുളി നല്ലോണം ഇത്തിരി തോനെ കയറ്റിക്കോ. പിന്നെ കുക്കറിൻ്റെ അകത്ത് വെച്ച് ഒരൊറ്റ വിസിൽ അടുപ്പിക്കണം. പിന്നെ നമുക്ക് അടുത്ത ഉണക്കമീനായിട്ട് ഈ ചാളയും നെറ്റലും കൂടെ നമുക്ക് ഉപ്പിട്ട് നല്ല അട്ടിയായിട്ട് വെക്കാം. ഇനി നമ്മൾ കുക്കർ തുറന്ന് വെച്ച് ഒന്ന് കുറുവി വരുന്നവരെ ഇങ്ങനെ തുറന്ന് വെച്ചേക്കണം. അപ്പോൾ നല്ല ഒന്നാന്തരം മുളവിട്ട കറി ഇവരെ റെഡി ആയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം, മീൻ പൊരിച്ചും കൂടെ വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ കൂട്ടിയൊന്ന് കഴിക്കണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഉച്ചയ്ക്കുള്ള ഊണിൻ്റെ കൂടെ ഉള്ളത് ചാള പൊരിച്ചത്, അയല മുളകിട്ടത്, പിന്നെ നെത്തോലി തോരൻ. ഇപ്പം ഞങ്ങൾ വിചാരിക്കും കുക്കറിനകത്തിട്ട് വിസിലൊക്കെ അടുപ്പിച്ച് കഴിഞ്ഞാൽ മീൻ പായസമാകത്തില്ല. എന്താണ്ട് ഒന്നും പറ്റില്ല, മീൻ അതേ കണക്കുണ്ട്. അപ്പോൾ ഊണ് വിളമ്പി വെച്ചിട്ടുണ്ട്. അടിപൊളിയാണ് ഇന്നത്തെ ഊണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ നാളെ കാണാം. എല്ലാവർക്കും ടാറ്റാ.